ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഓണത്തിന് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ തന്നെ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ താഴേക്ക് ഞാൻ പാവാടയല്ല, നമ്മുടെ വേഷ്ടി മുണ്ടിൻ്റെ മുണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് ടോൺ ക്രീമാണ്. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു വൈറ്റ് ടോൺ ക്രീം യൂസ് ചെയ്യുന്നത്. എനിക്ക് മേക്കപ്പൊക്കെ പെട്ടെന്ന് ചെയ്ത് പോവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വൈറ്റ് ടോൺ ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത്. ഡ്രൈ സ്കിന്നുകാർക്ക് വൈറ്റ് ടോൺ ക്രീം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൽ SPF ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പൗഡർ ആയിട്ടുണ്ട് കേട്ടോ. പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡ്രൈ സ്കിന്നുകാർക്ക് കൂടുതലായിട്ടും വൈറ്റ് ടോൺ ക്രീമാണ് നല്ലത്. അടുത്തതായിട്ട് വന്നിട്ട് ഞാനിവിടെ കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു കാജലാണ്. ഞാനിത് മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള കാജലാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ലൊരു സ്മോക്കി ഐ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാജലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാജൽ. പിന്നെ ഈ കാജൽ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ഐലൈനർ കൊണ്ട് നമ്മൾ സൈഡിലായിട്ട് വാലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കണ്ണാടി നോക്കിയിട്ട് എഴുതി വന്നതാണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? എനിക്ക് കണ്ണാടി നോക്കിയാലാണ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ NYBയുടെ സ്റ്റോ ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. നെക്സ്റ്റ് വന്നിട്ട് ഞാനിവിടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാക്കാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഈ ഒരു ഹാക്ക് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീരെ ഐബ്രോസ് ഒക്കെ എഴുതാൻ അറിയാത്തവർക്ക് ഈ ഒരു ഹാക്ക് നന്നായിട്ട് വർക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഞാനിവിടെ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ സ്കിൻ ടോണും ചേരുന്ന ലിപ്സ്റ്റിക്കാണിത്. അപ്പം നമ്മുടെ ഫേസിലേക്കുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിവിടെ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. കമ്മൽ ഞാനിവിടെ മാച്ച് കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കമ്മൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ അല്ലേ? പിന്നെ ഞാൻ കുപ്പിവളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുപ്പിവള എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എവിടെ കുപ്പിവള കണ്ടാലും എനിക്ക് എൻ്റെ കയ്യിലില്ലാത്ത കളറാണെങ്കിൽ ഞാൻ മേടിക്കാറുണ്ട്. പിന്നെ ഒരു പൊട്ട് ഇവിടെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മാച്ച് പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ കോമ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ നെറു എടുക്കുന്നത് കേട്ടോ. നെറു ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പോലെ ആയിട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഹെയർ സ്റ്റൈല് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ അധികവും സൈഡാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് മുടി ഇതേപോലെ എടുത്തിട്ട് ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ടിക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓണമൊക്കെയല്ലേ വരുന്നത്, ഈ ഒരു ഹെയർ സ്റ്റൈൽ വലിയ ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ദേ കണ്ടില്ലേ, ഈ ഒരു മേക്കപ്പ് ലുക്കും ഈ ഒരു ഹെയർ സ്റ്റൈലും എങ്ങനെയുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഈ ഫൈനൽ സ്റ്റെപ്പാണ് മുല്ലപ്പൂ വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മുല്ലപ്പൂ ഒക്കെ വാങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ദേ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തെടുത്തത്. ഒത്തിരി മേക്കപ്പ് ഒന്നും വലിച്ചു വാരിയിട്ടിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഉമ്മ.